الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين. ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين. صدق الله العظيم. ബഹുമാനിരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയുൾപ്പെടെയുള്ള മഹാപ്രപഞ്ചത്തെ വളരെ ആസൂത്രിതമായും ഗംഭീരമായും സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടിരിക്കുന്നത്, സംരക്ഷിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ്. അത് നമുക്ക് അറിയുന്നൊരു സംഗതിയുമാണ്. പക്ഷെ ആ അറിവ് ആഴത്തിലെത്തുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗാംഭീര്യവും വലിപ്പവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ കൊച്ചു ഭൂമിയിലാണ് താമസിക്കുന്നത്. ഭൂമി പ്രവിശാലമാണ്, വിശാലമാണ് എന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ഭൂമിയും കൂടെയുള്ള ഗ്രഹങ്ങളും സൗരയുധം സൂര്യനുമൊക്കെ ചേർന്ന് നോക്കുമ്പോൾ വലിയൊരു സമൂഹമാണ്. അതിനേക്കാൾ വലിയ ഗ്രഹങ്ങളും അതുപോലെ നക്ഷത്രങ്ങളൊക്കെ ഉള്ള വലിയ വലിയ സമൂഹങ്ങൾ വേറെയുണ്ട്. ഇന്ന് നമുക്കതൊക്കെ അറിയുന്ന സംഗതിയാണ്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ തിരക്കുള്ള പട്ടണത്തിൽ ട്രാഫിക്, ഹെവി ട്രാഫിക്, സാധാരണ അധികമായി വാഹനങ്ങൾ വരുന്ന കാണാറുണ്ട്. അവിടെയൊക്കെ ലൈറ്റുകളോ അല്ലെങ്കിൽ അതിന് വഴി കാണിക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും. ഒരു നിമിഷം അത് ലൈറ്റ് മഞ്ഞയ്ക്ക് വേണ്ടി പച്ച അല്ലെങ്കിൽ പച്ചക്ക് പകരം ചുവപ്പായി പോയാൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്റെ കൈ ഒന്ന് മാറിപ്പോയാൽ, സ്റ്റോപ്പ് പിടിക്കേണ്ടടുത്ത് അയാൾ മാറിപ്പിടിച്ചാൽ ആ വാഹനങ്ങളൊക്കെ കൂട്ടിയിരിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആ വാഹനങ്ങൾ എത്രയാണ്, അതിനേക്കാൾ കോടാനുകോടിക്കണക്കിന് ഇരട്ടിയാണ് ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗോളങ്ങളും അതുപോലെ നക്ഷത്രങ്ങളൊക്കെ. പക്ഷെ ഒരിക്കലും അത് കൂട്ടിയിടിച്ച് കുഴപ്പമുണ്ടാകുന്നില്ല. നമ്മൾ ചില നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ ഗോളങ്ങളുടെ ഭാഗങ്ങളൊക്കെ അടർന്ന അന്തരീക്ഷത്തിൽ വീഴാറുണ്ട്. പക്ഷെ കൂട്ടിയിടിച്ചിട്ട് കുഴപ്പമുണ്ടാകുന്നില്ല. കോടാനുകോടി വർഷങ്ങളായി ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊരു മെസ്സേജ്, ഒരു സന്ദേശം നമുക്ക്, വളരെ ഗൗരവപൂർവമായ ഒരാസൂത്രണം, ബുദ്ധിപൂർവമായ ഒരാസൂത്രണം
യുക്തിപൂർവമായ ഒരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളിപ്പോൾ ഇങ്ങനെ അകലങ്ങളിലുള്ള ആകാശഗോളങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ടതുണ്ടോ എന്ന് ഒരു സാധാരണ മനസ്സ് ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. ഉണ്ട് എന്നാണ് നമ്മളുടെ പുതിയ പുതിയ പഠനങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അകലെയാണ് സൂര്യൻ നിൽക്കുന്നത്. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ എന്നൊക്കെ ഒരു കണക്കാണ്. 15 കോടി കിലോമീറ്റർ അകലെ. ഈ സൂര്യൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലന വ്യതിയാനം ഉണ്ടായാൽ ഭൂമിയിലെ ജീവിതം അസാധ്യമാവുന്നതാണ്. എല്ലാ ദിവസവും ഉദിക്കുന്ന സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാണ്. അസ്തമിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യം പോക്കാണ്. പക്ഷെ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ല, സൂര്യൻ ഒരിക്കലും ഉദിക്കുന്നില്ല. അത് നമ്മൾ മറ്റൊരു സങ്കല്പത്തിലാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുമ്പോൾ അസ്തമിക്കുന്നു എന്ന് പറയും. അപ്പോൾ മറ്റു ചില സ്ഥലത്ത് നമ്മുടെ തന്നെ സഹോദരങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂര്യനും ഈ ഭൂമിയും തമ്മിലുള്ള ആ ചംക്രമണത്തിന്റെ അത്ഭുതകരമായ ഒരു ഏകോപനം അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിലെ മനുഷ്യർക്ക് ജീവിക്കാൻ ഇവിടെയുള്ള സസ്യലതാദികൾ ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട് നമുക്കറിയാം. സൂര്യവെളിച്ചം കൊണ്ടാണ് ഈ ചെടികളെല്ലാം ഫോട്ടോസിന്തസിസ് വഴി അതിൻ്റെ ജീവ നിലനിർത്തുന്നത്. ഈ ചെടികൾ കുറച്ചു വിടുന്ന ഓക്സിജൻ ഉപയോഗിച്ച് നമ്മളും അതുപോലെയുള്ള ഒരുപാട് ജന്തുക്കൾ നിലനിൽക്കുന്നു. ചെടികൾ രാത്രിയിലാവുമ്പോൾ അത് മാറുന്നു. ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സംവിധാനം വളരെ ഗംഭീരമാണ്. നമുക്കറിയുന്ന ഒരുപാട് പുഴകളുണ്ട്. ഭാരതപ്പുഴ നമുക്കറിയുന്നതാണ്. ഇവിടെ അടുത്ത് ഫറൂഖ് പുഴ ഉണ്ട്, ചാലിയാറുണ്ട്. ഇത് നമ്മളുണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ്. ഒരുപക്ഷെ ഭൂമിയുടെ തുടക്കത്തിൽ നിന്നുണ്ടായ പുഴകളുണ്ടാകും. ഈ പുഴകളിലൂടെ മലകളിൽ നിന്ന് എത്ര വെള്ളം ഒലിച്ചു വെച്ചിട്ടുണ്ടാവും. ഓരോ പ്രാവശ്യം പോണ വെള്ളമല്ല പിന്നെ വരുന്നത്, ആ വെള്ളം അങ്ങനെ പോവാണ്. അപ്പൊ ഈ ഖജനാവ് എവിടെയാണ് യഥാർത്ഥത്തിൽ? ഇത്രയും വെള്ളം ഒലിച്ചു പോയിട്ട് തീരാതെ തന്നെ. അപ്പൊ ആ വെള്ളം സമുദ്രത്തിലേക്ക്, നമ്മുടെ ശാസ്ത്ര പഠനങ്ങൾ ആ സമുദ്രത്തിൽ ചെന്ന വെള്ളം നീരാവിയായി മേലോട്ട് പോയി അത് വീണ്ടും ഘനീഭവിച്ച് താഴോട്ട് വരുന്നു. അതൊന്നും അത്ര ശരിയില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. അതൊക്കെ പണ്ട് ഉള്ള ശാസ്ത്രത്തിന്റെ കണ്ടുപിടിച്ചത്. അങ്ങനെ നീരാവിയായി മേലോട്ട് പോയി ഘനീഭവിച്ച് വരണ ഏർപ്പാടൊന്നും ഇല്ലായിരുന്നു. അത് പുതിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഒരു ജലമണ്ഡലം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ജലമണ്ഡലം. ഈ ജലമണ്ഡലം യഥാർത്ഥത്തിൽ അതിന്റെ റിസോഴ്സസ് അതൊരിക്കലും വറ്റിപ്പോകുന്നില്ല, അവസാനിച്ചു പോകുന്നില്ല. നമുക്ക് വെള്ളം വേണം. വെള്ളയിലേക്ക് നമുക്കും സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും ഒന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം സംവിധാനിച്ചു വരുന്ന ഒരു ഭയങ്കരമായ ഒരു ലോകം. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഭൂമിയിലാണ് നടക്കുന്നതെങ്കിലും ഭൂമി ഇങ്ങനെ ദിവസം ഇങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ കംപ്ലീറ്റ് കറങ്ങുന്നു. പിന്നെ സൂര്യനെ ചുറ്റും നമ്മളിതിന്റെ മുകളിലാണ് വാഹനം ഓടിച്ചു പോകുന്നത്. സത്യത്തിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണല്ലോ എന്ന് വിചാരിച്ചാലേ നമുക്ക് ബോധം കിട്ടും. വലിയ അത്ഭുതകരമായ സംഭവം. സഹാറ പോലുള്ള മരുഭൂമികളുണ്ട് ഉള്ളിൽ. ദുബൈയിൽ സൗദി അറേബ്യയിലേക്ക് റബുൽ ഹാജി വലിയ 4 തന്നെ മരുഭൂമിയാണ്. ഈ മരുഭൂമിയിലെ ചെറിയ മൺതരികളുണ്ട്. ഈ ഭൂമി ഇങ്ങനെ സ്പീഡിൽ കറങ്ങുമ്പോൾ ഈ മൺതരികൾ അങ്ങനെ പറന്നു പോകുന്നില്ല, ആ ഭൂമിയിലേക്ക് തന്നെ നിൽക്കുകയാണെന്നുള്ളതാണ്. ഭൂമിയിൽ അതിന്റെ ഉള്ളിലേക്ക് ഒരു ആകർഷണമുണ്ട്. ആ ആകർഷണം കൊണ്ടാണ് നിലനിൽക്കുന്നത് എന്ന ഒരു ശാസ്ത്രം. ആ ആകർഷണ തത്വം ഗുരുത്വാകർഷണം എന്നുള്ള അല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് എ കൺസെപ്റ്റ് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത്. അതായത് ഗുരുത്വാകർഷണം എന്ന് പറയുന്നത് ഒരു മിഥ്യാസങ്കല്പമാണ്. ഞാനല്ലേ ലേറ്റസ്റ്റ് ശാസ്ത്രകാരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗുരുത്വാകർഷണം കൊണ്ടത് ഇത് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ ഓരോ സംഗതികളുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞു നമ്മളെ ഭൂമിയെ പിടിച്ചെടുത്തുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യന് പറ്റിയ ഒരു അബദ്ധമാണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ഐഡിയ എന്നാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഇന്നലെ വരെ നമ്മൾ മനസ്സിലാക്കിയില്ല, ഇന്ന് വരെ മനസ്സിലാക്കിയിരിക്കുന്നതിന് വ്യത്യസ്തമായ പുതിയ പുതിയ വിവരങ്ങൾ ഏറ്റവും ആധുനികമായ ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുണ്ട്. കൃത്യമായി ആർക്കും പറയാൻ കഴിയാത്ത ഒരവസ്ഥ. അതിഗംഭീരമായ ഈ സംവിധാനം, ആ ഭൂമി, അതിലെ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യന് വളരെ അത്ഭുതം തോന്നും. സ്വന്തം നിലനിൽപ്പിന് അത്ഭുതം തോന്നും. ഇതെല്ലാം ഒരു കൃത്യമായ ഓർബിറ്റിലൂടെ
والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر والليل سابق النهار وكل في فلك يسبحون. 1500 കൊല്ലം മുമ്പ് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ ഒരജ്ഞരായ സമൂഹത്തിന്റെ മുന്നിൽ പറയുമ്പോൾ പോലും ഈ വിവരങ്ങൾ പറഞ്ഞു. നിങ്ങൾ സൂര്യനെ നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, അതുപോലെ പല സംഗതികൾ എടുത്തിട്ട് പറയാ. അതിനൊക്കെ ഒരു നിശ്ചിതമായ ഒരു ഓർബിറ്റ്, ഒരു സഞ്ചാരപഥം നിശ്ചയിച്ചിരുന്നു. അതങ്ങനെ കൃത്യമായ ആ ലക്ഷ്യത്തിലേക്ക്, താവളത്തിലേക്ക് അങ്ങനെ പാഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സൂര്യനെ കവച്ചു വെക്കാൻ ചന്ദ്രനും, ചന്ദ്രനെ കവച്ചു വെക്കാൻ സൂര്യനൊന്നും സാധ്യമാവുകയില്ല. ഓരോന്നും അനുസരണത്തോടെ. അപ്പൊ ഇതൊക്കെ വളരെ അത്ഭുതകരമായി നടക്കുന്നത്, യാന്ത്രികമായി നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. സൂര്യന് ബുദ്ധിയുണ്ടാവും, ചന്ദ്രന് ബുദ്ധിയുണ്ടാവും. ഇന്ന സമയത്ത് ഇന്നടത്ത് പ്രത്യക്ഷപ്പെടണം എന്ന് പറയുന്നത് ചന്ദ്രന് എന്തെങ്കിലും ബുദ്ധിയുണ്ടാവും. ചന്ദ്രന് ബുദ്ധിയുണ്ടെന്ന് പറയേണ്ടി വരും, സൂര്യന് ബുദ്ധിയുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ബുദ്ധിയുള്ളതാണല്ല കൃത്യമായി പ്രവർത്തിക്കാം. ബുദ്ധിയുണ്ടെന്ന് വിചാരിക്കണം നമ്മൾ മണ്ടത്തരം കാണിക്കുന്നു. പക്ഷെ അത്യളാരും മണ്ടത്തരം കാണിക്കുന്നില്ല എന്നതാണ്. സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചാൽ ഭൂമിയിലെ ജീവിതം അസാധ്യമാകും. ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കുക എന്നുള്ള അവസ്ഥയാണത്തെ പറയാം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു തരുന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ പ്രകൃതിയെ, അതിനെ സൃഷ്ടിച്ച നാഥന്റെ സമ്പൂർണമായ നിയമത്തിന് കീഴ്പ്പെട്ടുകൊണ്ട്, കീഴൊതുങ്ങിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ടിരിക്കുന്നു. കീഴൊതുങ്ങുക എന്ന് പറഞ്ഞാൽ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമാകുക. അറബിയിൽ മുസ്ലിമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴൊതുങ്ങുക, സമർപ്പിക്കുക, അനുസരിക്കുക, എന്ത് പേര് പറഞ്ഞാലും. മലയാളത്തിൽ ഏത് വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാലും സമ്പൂർണമായ വിധേയത്വം. സൂര്യനന്റെ രക്ഷിതാവിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ എന്നാ കൂടാതെ. ചന്ദ്രൻ അതിന്റെ രക്ഷിതാവിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന മഹാനായ, ഏകനായ, സർവജ്ഞനായ, സർവശക്തനായ രക്ഷിതാവ് തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും ഈ പ്രകൃതിയിൽ ജീവിക്കുമ്പോൾ ഈ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിത സമീപനം സ്വീകരിക്കണം. ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളെ 6 ദശകളിലായി സൃഷ്ടിച്ചതാണ്. ഈ 6 ദശകൾ അയ്യാം, ദിവസങ്ങൾ എന്നാ പറയുക. ഇതൊരു ഗൈബിയായ കാര്യമാണ്. നമ്മൾ കണക്കാക്കുന്ന 6 ദിവസമല്ല. ഭൂമിയിലെ ദിവസങ്ങൾക്ക് 24 മണിക്കൂർ, ചന്ദ്രനിലെ ദിവസങ്ങൾക്ക് അത്ര പറ്റില്ല. ചൊവ്വയിലോ ബുധനിലോ യുറാനസിലോ നെപ്റ്റ്യൂണിലോ പ്ലൂട്ടോയിലോ ഒന്നും ഈ ദിവസങ്ങളുടെ കണക്കാവില്ല. ഇനി വേറെ ഏതെങ്കിലും സോളാർ സിസ്റ്റത്തിന് അപ്പുറമുള്ള ഏതെങ്കിലും ഒരു സൗരയൂഥത്തിൽ ദിവസങ്ങൾ മാറ്റായി. ഇനി നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിന് അപ്പുറമുള്ള ഒരു ഗാലക്സിയിലെ ഗോളങ്ങൾക്ക് ദിവസങ്ങളുടെ ദൈർഘ്യത്തിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്കാണ് 24 മണിക്കൂർ. അപ്പൊ ഇവിടെ അയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന 24 മണിക്കൂറല്ല. ഇത് ആകാശവും ഭൂമിയും ഇല്ലാതിരുന്ന ഒരു കാലത്തെ ഗണനയാണ്. അപ്പൊ അതുകൊണ്ട് ആരും കൺഫ്യൂഷൻ ആവേണ്ടതില്ല. അള്ളാഹു തആല കൃത്യം പറഞ്ഞ, അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബാണ്. പണ്ഡിതന്മാര്, അത് മാന്യരായ തഖ്വയുള്ള പണ്ഡിതന്മാര് അതിൽ വേണ്ടി ചർവണം നടത്താതെ അള്ളാഹു തആല 6 ദിശകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചു എന്ന് പറഞ്ഞവിടെ നിർത്തി. നമ്മുടെ മെയിനായിട്ട് മനുഷ്യനെ അള്ളാഹ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ആസ്ട്രോണമി, ഈ ഫിസിക്സ് ഒന്നും അല്ല. അതുകൊണ്ട് അതിലേക്ക് പോയിട്ട് വല്ലാണ്ട് കുലുമാലാവണ്ട എന്ന് തപ്പുള്ള പണ്ഡിതരുണ്ട്. അല്ലാത്ത കുറച്ച് ആളുകളുണ്ട് ഇതിന്റെ ഗവേഷണം നടത്തി ആകാശഭൂമിയില്ലാതെ അവസാനം ഒരുതരം വട്ടുപിടിച്ച് പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് എഴുത്തുകളുണ്ട്. ഇവിടെ അള്ളാഹു തആല പറഞ്ഞിരുന്ന ഇന്ന റബ്ബകുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ 6 അയ്യാമിൻ സുമ്മ സ്തവ അലൽ അർശ്. ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് അങ്ങ് വിട്ടേക്കുകയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സിംഹാസനത്തിൽ ആരൂഢനായി, സിംഹാസനസ്ഥനായി എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു കസേര പിടിച്ചിട്ട് അള്ളാഹ് അവിടെ കയറി ഇരുന്നു എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. സിംഹാസനസ്ഥനാവുക എന്ന ഭാഷാപ്രയോഗം അതിന്റെ അധികാരം അവന്റെ കൈവശം നിൽക്കുക എന്നതാണ്. അത് ക്ലിയറാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിന്റെ അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായ അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം വെച്ചു. വീണ്ടും ഈ പ്രപഞ്ചത്തെ രംഗവേദിയാക്കിക്കൊണ്ട് മനുഷ്യ മനസ്സിനോട് ഖുർആൻ സംവദിക്കുമ്പോൾ ഉന്നതമായ സാഹിത്യത്തിലാണ്. രാത്രിയെ കൊണ്ട് ഞാൻ പകലിനെ മൂടുന്നു, പകല് രാത്രിയെ തേടി പായുന്നു.
രാത്രി പകലിനെ തേടി പായുന്നു. അനുസ്യൂതമായ ഈ പ്രയാണം ഇങ്ങനെ പ്രപഞ്ചാരംഭം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ചിത്രീകരണത്തിൽ തന്നെ മനുഷ്യ സാഹിത്യത്തിന് അപ്രാപ്യമായ ഈ പ്രയോഗം ഖുർആനിക സാഹിത്യത്തിന് മാത്രം സ്വന്തമായുള്ളതാണ്. രാത്രി പകലിനെ തേടി ഓടുന്നു, പകൽ രാത്രിയെ തേടി ഓടുന്നു, ഒന്നൊന്നിനെ കവച്ചു വയ്ക്കാനാവുന്നില്ല, നോക്കൂ നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വളരെ ഗംഭീരമായ ഒരു ചിത്രീകരണമാണ്. അതായത് ഖുർആനിക സാഹിത്യം മനുഷ്യ മനസ്സിനെ പിടിച്ചുലച്ചുകൊണ്ട് ഈ രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അത് വളരെ ആ ചിത്രീകരണത്തിൽ ജീവനും ചലനവുമുള്ള, ബുദ്ധിയും ബോധവുമുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ അല്ലാഹു തആല പറയാ. അവന്റെ പിന്നാലെ ഓടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പരിചിതമായത് അതാണല്ലോ. അവൻ മറ്റവന്റെ പിന്നാലെ ഓടുന്നു എന്ന് പറയുമ്പോൾ രാത്രി പകലിനെ തേടി ഓടുന്നു, പകൽ രാത്രിയെ തേടി ഓടുന്നു. എന്തോ ഒരു ബോധവും ചലനവുമുള്ള ജന്തുക്കളെ പോലെയാണ് ചിത്രീകരിക്കുന്നത്. മനുഷ്യ മനസ്സിനെ ഉണർത്തുകയാണത്. നമ്മളെ പോലെ തന്നെ അവയും ജീവികളാണ്. അവക്കും ജീവനുണ്ടെന്ന് പറയേണ്ടി വരും, അവർക്കും ബോധമുണ്ടെന്ന് പറയേണ്ടി വരും. പക്ഷെ ആ ജീവനും ബോധവും ഒക്കെ അല്ലാഹു ഹോൾസെയിലായി കയ്യിൽ വെച്ചിരിക്കുകയാണ്. അതാണ് എന്റെ വിഷയം. അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്. വന്നജൂം വശംസ വൽ ഖമറ വന്നജൂം, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ മുസഖറാത്തുൻ ബിഅംരിഹി, അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് അങ്ങനെ അതിന്റെ പ്രവർത്തനങ്ങൾ അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് അതിന്റെ പ്രവർത്തനങ്ങൾ? അതിന്റെ നാഥൻ എന്താണ് കൽപ്പിച്ചത് അത് സമ്പൂർണമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിധേയമായി കൊണ്ടിരിക്കുന്നു. അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വ കർഹൻ, ആകാശഭൂമിയിലുള്ള എല്ലാം ഇസ്ലാമായിരിക്കുന്നു, മുസ്ലിമായിരിക്കുന്നു. ആകാശം താ നോക്കൂ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ അതിന്റെ രക്ഷിതാവിനനുസരിച്ച് നീങ്ങുന്നു, അല്ലെങ്കിൽ ഇവിടെ കുഴപ്പമുണ്ടാവും. ഒരു നക്ഷത്രം വേറെ നക്ഷത്രവുമായി കൂട്ടിയിടിച്ചാൽ ഭൂമിയിലെ ജീവിതം തന്നെ ഇല്ലാതാവും. ആകാശത്തിലെ സൂര്യനത അതിന്റെ രക്ഷിതാവിന് വഴങ്ങിക്കൊണ്ട് ജീവിക്കുന്നു. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും അത് തന്നെ രക്ഷിതാവിന് വഴങ്ങിക്കൊണ്ട് ജീവിക്കുന്നു. ഭൂമിയിലേക്ക് വരൂ, പതിയിരിക്കുന്ന പർവ്വതങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ കള്ളകളാരവം മുഴയ്ക്കുന്ന പുഴകളെ നിങ്ങൾ കാണുന്നില്ലേ? പ്രവിശാലമായ സമുദ്രത്തെ നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ അതിൻ്റെതായ നിലകളിൽ നിൽക്കുന്നു. നമ്മളിവിടെ നോക്കിയാൽ സമുദ്രം നമ്മളെ ലെവലിലേക്ക് കാണാം. ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നോക്കിയാൽ സമുദ്രം നമ്മുടെ ലെവലിലേക്ക്, അതിനിടെ ഒരുപാട് താഴ്ചയുണ്ട്. സമുദ്രം ഭൂമിയിൽ നിന്ന് ചരിഞ്ഞാൽ വേണമെങ്കിൽ ഇതെല്ലാം ഇവിടെ കാണാം. പക്ഷെ അത് എടുത്തോണ്ട് പോകുന്നില്ല. അതവിടെ സമുദ്രം അതിന് നിശ്ചയിച്ച രീതിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിന് ബോധമുണ്ട്. പക്ഷെ ആ സമുദ്രത്തിൽ സഞ്ചരിക്കണമെന്ന് ബോധമില്ലാത്തതുകൊണ്ടാണ് വെടിവെച്ചുള്ളത്. ഇപ്പൊ അങ്ങനെ സംഭവം ഉണ്ടായി. അടുത്ത ദിവസം അങ്ങനെ സംഭവം ഉണ്ടായി. അത് ഇങ്ങനെ എത്ര നോട്ടിക്കൽ മൈൽ അത്രയാണ്, കപ്പൽ ചാനലിലാണോ അത് മീൻ പിടിക്കണ ചാനലിലാണോ അല്ലേ എന്ന് പറഞ്ഞ് മനുഷ്യജീവന് യാതൊരു വിലയില്ലാതെ വെടിയുതിർത്തു. അത് മനുഷ്യനാണ്. പക്ഷെ അള്ള നിയന്ത്രിക്കുമ്പോൾ ആ സമുദ്രം അതിൻ്റെതായ രീതിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അതെല്ലാം അള്ളാഹുവിന്റെ അവദാനങ്ങളെ പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയണം, അല്ലാ ലഹുൽ ഖൽഖു വൽ അംർ, ഈ സൃഷ്ടിപ്പും ശാസനാധികാരവും അള്ളാഹുവിന് മാത്രം കാര്യമാണ്. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ഈ സർവ്വലോകപാലകനായ അള്ളാഹു മഹത്വ സമ്പൂർണനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇതെല്ലാം കാണുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് പറയും. ആകാശഭൂമികളെ സകലതും സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന, അവിടെ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? സൂര്യനും നിങ്ങളുടെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ശാസ്ത്രകാരന്മാരൊക്കെ സൂര്യന്റെ ചലനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ചന്ദ്രന്റെ ചലനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും? അതുപോലെ സമുദ്രത്തിന്റെ ചലനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും? ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് അത്? അതുപോലെ നിങ്ങളും ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ആകാശത്തിലുള്ളത് ഭൂമിയിലുള്ളത് എല്ലാം, സസ്യങ്ങള് മത്സ്യങ്ങള് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല വളരെ കൃത്യമായി പറയണേ, തുസബ്ബിഹു ലഹുസ് സമാവാതു സബ്ഉ, ഏഴാകാശവും വൽ അർദ്, ഏഴാകാശവും എന്ന് പറഞ്ഞ പ്രപഞ്ചമാസകലം അല്ലാഹുവിന്റെ സ്തുതി കീർത്തനങ്ങൾ ആലാപിക്കുന്നു. ഒമൻ ഫീഹിന്ന, അതിലുള്ളതും, ആകാശം മാത്രമല്ല അതിലുള്ളതെല്ലാം, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിന്ന ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. ഈ പ്രപഞ്ചത്തിൽ ഷൈഅ് എന്ന് പറഞ്ഞ വസ്തു, ഈ ഒരു വസ്തുവും അള്ളാഹുവിന്റെ അവദാനത്തെ വാഴ്ത്തിപ്പാടാത്തതായിട്ടില്ല. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമാണ്. ഈ ആകാശഗോളങ്ങളും ഭൂമിയിലുള്ളതും സർവ്വതും അള്ളാഹുവിനെ വാഴ്ത്തിപ്പാടുന്നു. ഇതൊക്കെ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു വമാ കാന ലഹുൽ ഖിറ സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ. നിന്റെ രക്ഷിതാവാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, ഇതെല്ലാം സംരക്ഷിക്കുന്നതും അവൻ തന്നെയാണ്. നിങ്ങൾക്ക് സൃഷ്ടിപ്പിനും ശാസനാധികാരത്തിനുള്ള അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. അതുകൊണ്ട്
മനുഷ്യരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഈ സൃഷ്ടി വ്യവസ്ഥയ്ക്കപ്പുറത്തേക്ക് പോയിട്ട് ജീവിതത്തിന്റെ വിജയം കാണാൻ സാധ്യമാവില്ല. സൃഷ്ടി വ്യവസ്ഥയ്ക്കുള്ളിൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് കീഴൊതുങ്ങി സത്യവിശ്വാസികളായി ജീവിച്ചാൽ മാത്രമേ ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മഹാപ്രപഞ്ചത്തിനെ രംഗവേദിയാക്കിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ ഇളക്കി ചിന്തിച്ച് യഥാർത്ഥത്തിൽ ഖുർആൻ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത്രയും സവിസ്തരം പറയുന്നത് ഭൗതികമായ ഒരു ന്യായം പറയാൻ വേണ്ടിയല്ല. അതിനേക്കാൾ വലിയ ആഴങ്ങളുണ്ട് അതിൽ. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ ഒരു അംശമാണ്. ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ജീവിതത്തിന്റെ താളം തെറ്റും. അങ്ങനെ താളം തെറ്റാതിരിക്കാൻ ഈ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളോടൊത്തുള്ള നിയമങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സദാചാരത്തിന്റെ നിയമങ്ങൾ, പ്രകൃതി നിയമവും സദാചാര നിയമവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് ജീവിതത്തിന്റെ ജീവിതം ആസ്വദിക്കാവുന്നതാണ്. ഇവിടെ മുസ്ലിമാക്കാൻ ഇസ്ലാമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കുന്നില്ല. അതായത് കീഴ്വണക്കം അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ അനുഭൂതി ആസ്വദിച്ചുകൊണ്ട്, സത്യവിശ്വാസത്തിന്റെ രുചി അറിഞ്ഞുകൊണ്ട് സത്യവിശ്വാസിയാവുക എന്നതാണ് അല്ലാഹു തആല ഓരോടും പറയുന്നത്. അടിച്ചിട്ട് ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കുക വേണ്ട, അത് വിട്ടേക്ക്, മനുഷ്യനങ്ങനെ വിട്ടേക്ക് എന്നുള്ളതാണ്. അതായത് അവനും പ്രപഞ്ചവുമായി സഹകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസത്തിന്റെ അനുഭൂതി അവൻ ആസ്വദിക്കും. അവന് മനസ്സിലാവും, അതാ എല്ലാത്തിനും പോലെ എന്നെയും ഒരു നിശ്ചിത കാലത്തേക്കാണ് ജീവിപ്പിച്ചത് എന്ന് പറഞ്ഞത് സത്യമാണ്. പ്രപഞ്ചത്തിന്റെ ഓരോ കണികയും വിളിച്ചു പറഞ്ഞു തരുന്നുണ്ട്, എന്റെ ജീവിതം ഇതാ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹ് നിശ്ചയിച്ചതുപോലെ പരലോകത്തിലേക്ക് എത്തും. അവിടെ എത്തുമ്പോ എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ഉത്തരം പറയേണ്ടി വരും. ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതി, അതായത് സത്യത്തിന്റെ പ്രകൃതി, അല്ലാഹു നിശ്ചയിച്ച പ്രകൃതി, അതിനെതിരായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചതെങ്കിൽ ഇവിടെ ഉള്ളത് പോയി കഴിഞ്ഞു, അവിടെ ഒന്നും കിട്ടാനില്ല, കൂടുതലായും ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന് ഓരോ അണുവും അതിന്റെ ജീവിതം കൊണ്ട് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു. ഞാനും അതിന് സാക്ഷിയാണ്. എന്റെ കണ്ണതിന് സാക്ഷിയാണ്, എന്റെ ചെവി അതിന് സാക്ഷിയാണ്, എന്റെ കാലുകൾ അതിന് സാക്ഷിയാണ്. കാരണം അതിനെ ഞാൻ പിടിച്ചാൽ നിൽക്കൂല. എന്റെ ഹൃദയം ഞാൻ വിചാരിക്കുമ്പോൾ അല്ല മിടിക്കുന്നത്. ചിലപ്പോൾ അത് പടപടാ മിടിക്കും, ചിലപ്പോൾ അത് മിടിക്കാതിരിക്കും. എന്റെ കണ്ണ് ഞാൻ ഉദ്ദേശിക്കുമ്പോഴല്ല കാണുക. കണ്ണ് കാണുന്നതിനും ചെവി കേൾക്കുന്നതിനുമൊക്കെ എനിക്ക് അപ്പുറമുള്ള ചില കഴിവുകൾ എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് ഓരോ മനുഷ്യനോടും അവന്റെ അവയവങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തെന്ത് ആശകളാണ്, പ്രതീക്ഷകളാണ്, അഭിലാഷങ്ങളാണ്, അതിനുവേണ്ടിയുള്ള അധ്വാനങ്ങളാണ്. അങ്ങനെ പാഞ്ഞു പോകുന്നതിന്റെ ഇടയിൽ വഴഞ്ഞു വീണ് മരിച്ചു പോകുന്നു. എല്ലാം അവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും അവിടെ അവസാനിക്കുന്നു. പക്ഷേ ലക്ഷ്യം പരലോകമായിരുന്നുവെങ്കിൽ ഒന്നും അവിടെ അവസാനിക്കുന്നില്ല. എല്ലാത്തിന്റെയും ആനന്ദത്തിന്റെ തുടക്കമായിരിക്കും എന്നുള്ളത് സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പഠിപ്പിക്കണം. ഇതാ ഇവിടെ ഹ്രസ്വമായ ഒരു കാലഘട്ടം മാത്രം. ആ സമയത്ത് നിങ്ങൾക്ക് അവകാശമില്ലാത്തതെല്ലാം എടുത്ത് എന്റേതാണെന്ന് വിചാരിച്ച് തോന്യാസം കാണിച്ചാൽ ജീവിതം പരാജയപ്പെട്ടു പോകും എന്നതിന് തെളിവായി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ സംഗതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യന്മാരെ നന്മ പ്രവർത്തിക്കുന്നത് പോലും അല്ലാഹുവിന്റെ വളരെ കൃത്യമായ പ്ലാനിന്റെ ഭാഗമാണ് എന്ന് ഖുർആനിലൂടെ പറയുന്നത്. വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ, നിങ്ങളെയും നിങ്ങളുടെ പ്രവൃത്തിയെയും പടക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലിയ അത്ഭുതമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താലേ അതിന്റെ ക്രെഡിറ്റും കൂടി എടുക്കാൻ പറ്റൂല. അല്ലാഹ് ഔദാര്യത്തിൽ തന്ന എടുക്കാന്നുള്ള അല്ലാതെ യഥാർത്ഥത്തിൽ സത്യം അത് അല്ലാഹ് തന്നതാണ്. കാരണം ഈ ഭൂമിയിലാണ് നടക്കുന്നത്, ഇവിടുത്തെ വായുവാണ് ശ്വസിക്കുന്നത്, ഇവിടുത്തെ വെള്ളമാണ് കുടിക്കുന്നത്, അതുപോലെ ഇവിടുത്തെ ഈ വെളിച്ചമാണ് കാണുന്നത്, എല്ലാം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം അള്ളാഹുവിൻ്റെതാണ്. ആദ്യം ക്യാപിറ്റൽ മുഴുവൻ പടച്ചോണ്ടേ അതിന് തൽക്കാലം അത് എടുത്തു വെച്ച് ചെയ്തിട്ട് എന്റേതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ്. قال رسول الله صلى الله عليه وسلم من لم يحمد الله على ما عمل من عمل صالح وحمد نفسه فقد كفر وحبط ما عمل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്തു എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചില്ല, സ്വന്തം സ്തുതി പാടുക, ഞാൻ അങ്ങനെ ചെയ്തു എന്നവൻ പറഞ്ഞാൽ ഫഖദ് കഫറ, അവൻ സത്യം നിഷേധിച്ചിരിക്കുന്നു. ഭയങ്കരമാണ് സംഭവം. ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്തു, റസൂൽ പറയാ, ഒരാൾ ഒരു സൽക്കർമ്മം ചെയ്തു എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചില്ല, സ്വയം സ്തുതി പറയുകയും ചെയ്തു, എന്നാൽ
അവൻ സത്യം നിഷേധിച്ചിരിക്കുന്നു, അവന്റെ അമലിന്റെ പ്രതിഫലം പാഴായി പോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് ആരും പൊങ്ങച്ചം കാണിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ ഹുമിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്ന് നിനക്കുള്ള ഒരു ഔദാര്യമാണ്. അത്ര കർശനമായിട്ട് നമ്മളോട് പഠിപ്പിക്കും. അപ്പൊ പിന്നെ എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്ഉഹു, ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള സഹായത്തിന് വേണ്ടി കേഴുന്നുകൊണ്ടിരിക്കാൻ മാത്രമാണ് തൗഫീഖുള്ളത്. അതായത് ഉദ്ഉഹു റബ്ബക്കും തളർറുഅൻ വ ഖുഫ്യ, വളരെ താഴ്മയോടുകൂടിയും സ്വകാര്യമായി നിന്റെ രക്ഷിതാവിനെ വിളിച്ച് നീ പ്രാർത്ഥിക്കുക. അതായത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, വളരെ ബഹളമയമായി പ്രാർത്ഥിക്കുന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമില്ല. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതൊക്കെ അസത്യമാണ്, അതൊന്നും പടച്ചവൻ അംഗീകരിക്കുന്ന കാര്യമല്ല. വളരെ താഴ്മയോടുകൂടി വിനയാന്വിതനായി വിളിച്ച് പ്രാർത്ഥിക്കുമല്ല. തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരണം ഭരിച്ചിരിക്കുന്നു, നിങ്ങളവിടെ കുഴപ്പമുണ്ടാക്കരുത്. നിങ്ങളുടെ കുഴപ്പം കൊണ്ട് നിങ്ങളുടെ അമിതമായ ഉപഭോഗം കൊണ്ട് ഇന്ന് ഒരുപാട് സാധനങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുന്നു. നിങ്ങളെ ഒരുപാട് കെട്ടിടങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആർഭാടങ്ങളും ഒക്കെ കൊണ്ട് ഇന്ന് ഓടകളെല്ലാം അടഞ്ഞു പോയിരിക്കുന്നു. വേസ്റ്റ് ഇടാൻ സ്ഥലമില്ല. കേരള ജനത അനുഭവിക്കുന്ന ഏറ്റവും വിഷമകരമായ ഒരു സംഗതി, ഖരമാലിന്യം സംസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പേരിൽ ഇത് മനുഷ്യ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായി ഉണ്ടായതാണെന്നുള്ള യാതൊരുമില്ല. കാരണം നമ്മളുടെ ആസൂത്രണമില്ലായ്മ, അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു കേൾക്കാതെ ഇഷ്ടം പോലെ ഉപഭോഗിച്ചും വാങ്ങിക്കൂട്ടിയും തോട് റോഡാക്കിയും ചാലുകളെല്ലാം അടച്ചു മൂടിയും വലിയ വലിയ സിമന്റ് കൊട്ടാരങ്ങൾ വെച്ചു പിടിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കൂല, വെള്ളം പോകാൻ സ്ഥലമില്ല, സാധനം ഇടാൻ സ്ഥലമില്ല. ഇതെല്ലാം കൂടി നമ്മളെ വന്ന് ബാധിക്കുമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല. ഭൗതിക സുഖഭോഗത്തിന്റെ അനന്തരഫലം ഇന്ന് അവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നു, എറണാകുളത്ത് നടക്കുന്നു, അതുപോലെ തലശ്ശേരി നടക്കുന്നു. ജനം അവിടെ മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം പിടിച്ച് ജീവിക്കാനാവാത്ത ഒരു സാഹചര്യം. കോർപ്പറേഷൻ സർക്കാരുമായിട്ടടി, സർക്കാരും പ്രതിപക്ഷമായിട്ടടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി. ആർക്കും ആരെയും ഒന്നും ചെയ്യാനാവാത്ത ലെക്ക് കെട്ട ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ പോയത് അവന്റെ തന്നെ തോന്നിയാസം കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ്. അധികം പഠിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ, കുഴപ്പമുണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അടികൂടരുത് മാത്രമല്ല, ഭൂമിയുടെ ഒരു ബാലൻസ് ഉണ്ട്. ഇവിടെയുള്ള ഒരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടുണ്ട്. പരിസ്ഥിതിയെ നിങ്ങൾ മലിനമാക്കരുത്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ്. ഒരു വഴിയിൽ നിന്നൊരു മുള്ളെടുത്ത് മാറ്റുന്നവൻ അത് സത്യവിശ്വാസിയുടെ 70% പൂർത്തീകരിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മള് രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോഴാണ് വീട്ടിലെ പഴയ കേസും മുറ്റൊക്കെ എടുത്തിട്ട് ബൈക്കിലിരുന്ന് വലിച്ച് റോഡിന്റെ സൈഡിലേക്ക് എറിയുന്നത്. സത്യവിശ്വാസി പള്ളിയിലേക്ക് പോകുമ്പോൾ അവൻ വേസ്റ്റ് എടുത്ത് റോഡിലേക്ക് കൊണ്ടുവരുന്ന എത്രയോ കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീൻ എവിടെയാണ്, നമ്മുടെ ദീൻ എവിടെയാണ് എന്നുള്ളതാണ്. നമ്മളെന്തോ പള്ളിയിൽ കയറി ഇങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ മാത്രമാണ് ഈ ദീനുൽ ഇസ്ലാം കൊണ്ട് മനസ്സിലാക്കിയത്. അല്ല, ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചു. ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ അവൻ പിടിച്ച് ശിക്ഷിക്കുമോ എന്ന ഭയപ്പാടോടുകൂടിയും, അതേസമയം ഞാൻ എത്ര തെറ്റ് ചെയ്താലും എന്റെ നാഥൻ കാരുണ്യവാനാണ്, എന്നെ സഹായിക്കുമെന്ന മഹാപ്രതീക്ഷയോടുകൂടിയും വേണം നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അതായത് നല്ലവർക്ക് എപ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹം സമീപസ്ഥമാണ് എന്ന കാര്യം മറക്കണ്ട. അതുകൊണ്ട് ഹൃദയംഗമമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നന്മയ്ക്ക് വേണ്ടിയും നന്മ നിലനിൽക്കാനും നന്മയിൽ പ്രവർത്തിക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥന, അത് മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിൽ മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പ്രപഞ്ചത്തിന്റെ ഓരോ അണുവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ കേട്ടിട്ട് അള്ളാഹുവിനെ കീഴടങ്ങാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ പ്രവേശിക്കുക എന്ന് ഖുർആൻ നമ്മളോട് ഉപദേശിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅദീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സി സനാഅൻ കമാ അത്നൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
العالمين إنك حميد مجيد. أيها الإخوة الأحباب أوصيكم وإياي أن يتقوا. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞങ്ങളോട് മനുഷ്യൻ സാധാരണ നിലയിൽ നിസ്സഹായനാകുമ്പോഴാണ് ഈ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കാറുള്ളത്. അല്ലാഹു തആല പറയുന്നത് അങ്ങനെയല്ല, പ്രാർത്ഥനയാണ് ആദ്യം വേണ്ടത്. നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥനയിലൂടെയാണ് ശക്തി കൈവരിക എന്നതാണ്. ആളുകൾ ഇങ്ങനെ സാധാരണ ചോദിക്കാറാണ്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രയോജനമുള്ളത്? അസ്ഥാനത്തും അസംബന്ധവുമാണ് ആ ചോദ്യം. കാരണം ഖുർആൻ പഠിപ്പിച്ച 35-40 സാധാരണ നിലയിലുള്ള ഓരോന്നും പഠിച്ചു ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നത് കുത്തിയിരിക്കാനല്ല, ശക്തിക്ക് വേണ്ടിയാണ്, പ്രവർത്തനത്തിനുള്ള. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ എന്നൊക്കെ പറയാം. പഠിച്ചവനെ, എനിക്ക് നീ തന്ന അനുഗ്രഹത്തിന് നന്ദിയുള്ളവനാവാനുള്ള പ്രവർത്തനത്തിന് പ്രചോദനമേകണേ. അതങ്ങനെ പ്രാർത്ഥിക്കണം. അത് പ്രാർത്ഥിക്കുമ്പോഴേ പ്രചോദനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. ഈ അടിമകൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു തആല അകലെയാണോ, നമ്മുടെ രക്ഷിതാവ് അകലെയാണോ, അതോ അടുത്താണോ, പ്രാർത്ഥന നേരിട്ടുവോ അല്ലെങ്കിൽ ഇടയിൽ ആളുവാണോ എന്നൊക്കെ പല ചോദ്യങ്ങളും പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിച്ചു. അപ്പൊ അള്ളാഹു മറുപടി, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫലസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ അവരോട് പറഞ്ഞു കൊടുക്കുക, പ്രവാചകരെ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ട് നാം അടുത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് അവരെന്റെ വിളിക്കുത്തരം നൽകട്ടെ, അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കട്ടെ. ആ വാക്കിന് രണ്ടർത്ഥം പറയാം. അവരെന്നോട് പ്രാർത്ഥിക്കട്ടെ, അല്ലെങ്കിൽ അവർ എന്റെ വിളിക്കുത്തരം നൽകട്ടെ. ഞാൻ പറഞ്ഞതനുസരിച്ച് അവർ പ്രാർത്ഥിക്കണം. എന്നിലവർ വിശ്വസിക്കണം, എനിക്ക് കഴിവുണ്ടെന്നവർ അംഗീകരിക്കണം, എങ്കിലും ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിനെ സംബന്ധിച്ച ദൃഢമായ ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് ആ പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒന്ന്, അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട് എന്ന ദൃഢമായ വിശ്വാസം. എനിക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല, അപ്പോ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ആ അള്ളാഹുവിന് ഇതിന് കഴിവുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. അള്ളാഹു യുക്തിജ്ഞനാണെന്ന് വിശ്വസിക്കണം. ഞാൻ ചോദിച്ചാൽ തരുമെന്ന് വിശ്വസിക്കണം. അതെ, ഞാൻ വളരെ എളിമയുള്ള അടിമയാണ്, ആവശ്യക്കാരനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹു ആണെങ്കിലോ ഗനിയ്യുൻ ഹമീദാണ്, സ്തുത്യർഹനും പരാശ്രയരഹിതനുമാണ്. ഞാനാണെങ്കിൽ എപ്പോഴും ഫഖീറാണ്, ആവശ്യക്കാരനാണ്. എല്ലാവരും ഫഖീർമാരാണെന്ന് അല്ലാഹു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ ആവശ്യക്കാരൻ. മനുഷ്യൻ അങ്ങനെയാണ്. നമുക്ക് വെള്ളം വേണം, വസ്ത്രം വേണം, ആഹാരം വേണം, വായു വേണം, വെളിച്ചം വേണം, ഇരുട്ട് വേണം, ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കൾ വേണം, കുടുംബം വേണം, സ്നേഹം വേണം, എന്തെല്ലാം വേണം നമുക്ക്. ഇതെല്ലാം കൂടെ നമുക്കാർക്കും ചെയ്യാൻ പറ്റൂല. അല്ല പറയാ, ഇതെല്ലാം സപ്ലൈ, അതിന്റെ അവിടെ റിസോഴ്സ് ഖജനാവ് അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് താഴ്മയോടും സ്വകാര്യമായി ഉണ്ടാവാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ വാചകങ്ങൾ പുറത്തു വരാതെ പ്രാർത്ഥിക്കണം എന്നുള്ള നല്ല അർത്ഥത്തിലല്ല. വേറെ സ്ഥലത്ത് പ്രാർത്ഥന ഉച്ചത്തിലാക്കരുത്, വളരെ താഴ്ത്തിയാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പറയുന്ന സ്വകാര്യമായി പ്രാർത്ഥിക്കുക, ഹൃദയവും അള്ളാഹുമായി തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ ഇമാം പ്രാർത്ഥിക്കുമ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ചാൽ പറ്റില്ല. ഒച്ചയും വിളിയും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മയക്ക് കെട്ടി മൈതാനത്ത് പോയിട്ട് ജലാല് വല്ലിക്റാന്ന് വെച്ചാൽ അള്ളാഹുവിനെ കൈകാര്യം ചെയ്യുന്ന കോലത്തിലായത്. അല്ലാഹു പഠിപ്പിച്ചിരിക്കുന്നത് പള്ളിയിലോ അടങ്ങി ഒതുങ്ങി പ്രാർത്ഥിക്കാനാണ്. ഏറ്റവും നല്ല റമദാൻ വരുമ്പോൾ മൈതാനത്ത് മയക്കം കെട്ടിയിട്ട് അങ്ങനെ വിളിച്ചു പോകും. ആ വക ഏർപ്പാടൊക്കെ പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ ഖുറൈശികൾ ചെയ്ത് കൂട്ടിയത്. ആ പണിയൊന്നും ചെയ്യല്ലേ എന്ന് നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയാം. വളരെ ഖൗഫോടുകൂടി, വളരെ വിനയാന്യതനായി പ്രാർത്ഥിക്കുക, ഹൃദയംഗമായി പ്രാർത്ഥിക്കുക, എപ്പോഴും ഭയപ്പാടുണ്ടാവുക, അതോടൊപ്പം മഹത്തായ പ്രതീക്ഷ ഉണ്ടാകുക. അപ്പൊ വിശ്വാസം വേണം, ഭയപ്പാട് വേണം, പ്രതീക്ഷ വേണം. അതിന് പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത് അദ്വാ സിലാഹുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ആയുധമാണ്. ജീവിത സമരത്തിൽ വിശ്വാസിയുടെ ആയുധമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. വഴിമാതുദ്ദീൻ, ദീനിന്റെ തൂണാണ്. വനൂറു സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ്. അദ്വാ വൽ ഇബാദ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. അപ്പൊ ദുആഅണ് ഇബാദത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ശരിക്കും ഇന്നല്ലദീന വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, അദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നോട് പ്രാർത്ഥിക്കാതെ ചോദിക്കാതെ നടക്കുന്ന അഹങ്കാരം, സംശയമില്ല. എല്ലാത്തിനും കഴിവുള്ള ഞാനാണെന്ന് പറഞ്ഞു, അവനാണ് നിസ്സഹായനാണ് താനും. എന്നോട് അവൻ ചോദിക്കാതെ നടക്കണമെങ്കിൽ അഹങ്കാരിയാണ്.
അവനെ ഞാൻ നിന്ദിനായി താമസിയാതെ നരകത്തിലേക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വമൻ ലം യസ്അലില്ലാ ഫൽയഖുൽ. ആരെങ്കിലും ചോദിച്ചില്ലെങ്കിൽ അവന് അല്ലാഹു തആല കോപമുണ്ടാവും. ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ ഉന്നതമായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിക്കുക. കാരുണ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നാമങ്ങൾ ഉപയോഗിക്കുക. ശക്തി ചോദിക്കുമ്പോൾ ശക്തി കൊണ്ട് പ്രാർത്ഥിക്കുക. പണം ചോദിക്കുമ്പോൾ വലിയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആശ്വാസം ചോദിക്കുമ്പോൾ സലാമാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്താണ് നമുക്ക് വേണ്ടത്? നന്മയല്ലേ? എല്ലാ നന്മകളുടെയും യഥാർത്ഥത്തിലുള്ള സ്രോതസ് അള്ളാഹുവാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കുക. സത്യസന്ധത, ആത്മാർത്ഥത, നിശ്ചയദാർഢ്യം, തന്റെ ഇടം, കഴിവ്, ആത്മാഭിമാനം എല്ലാം അള്ളാഹുവിന് മാത്രം സ്വന്തമായതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കണമെന്നാണ്. നമ്മൾ ചെറിയ കാര്യമില്ല, ഇതെങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുമെന്ന് എന്ന് ബേജാറാവേണ്ട, എന്ന് നാണിക്കേണ്ടതില്ല. ഒരു ചെരുപ്പിന്റെ വള്ളി അറ്റുപോയാൽ അതിന് നീ അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആപത്തുകളും വിഷമങ്ങളും മാറിക്കിട്ടാൻ വേണ്ടിയല്ല, കിട്ടിയ നിഅമത്ത്, ഒരുപാട് ആളുകൾക്ക് നിഅമത്ത് കിട്ടിയിട്ടുണ്ട്. പടച്ചവനെ, എനിക്ക് കിട്ടിയ നിഅമത്ത് നിന്റെ തൃപ്തിക്കനുസരിച്ച് ഉപയോഗിക്കാനും അത് നീങ്ങിപ്പോകാതിരിക്കാനും തൗഫീഖ് ഗണേ എന്ന് നിരന്തരമായി നിഅമത്ത് കിട്ടിയവരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ രോഗം വരുമ്പോ, പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ട് വരുമ്പോ പ്രാർത്ഥിച്ചാൽ പോരാ. നല്ല ജീവിതം, നല്ല നിലയിൽ ജീവിക്കുമ്പോൾ നന്ദിയോടുകൂടി പടച്ച തമ്പുരാനെ ഞാൻ തീരുമാനിച്ചു, ഞാൻ അംഗീകരിക്കുന്നു, നീയാണ് എനിക്കിതെല്ലാം തന്നത്, അതിൽ മാറിപ്പോകാതെ ഈ നിഅമത്ത് എന്നിൽ നിന്ന് എടുത്തു കളയാതിരിക്കാൻ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരു സന്തോഷം വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, പടച്ച തമ്പുരാനെ, സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഈ സന്തോഷത്തിന് ശേഷം സങ്കടം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ സങ്കടത്തെക്കുറിച്ച് നിന്നോട് ഞാനിതാ കാവലിനെ ചോദിക്കുന്നു എന്ന് പറയും. നമ്മൾ സന്തോഷം എല്ലാം മറന്ന് ആഹ്ലാദിക്കും, സങ്കടം വരുമ്പോൾ നിലവിട്ട് കഴിയുകയും ചെയ്യും. അങ്ങനെ വരാതിരിക്കാനാണ് സന്തോഷം വരുമ്പോഴും അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അതിന് പ്രാർത്ഥനയ്ക്ക് ഏത് സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും ഉള്ളതൊക്കെ, എങ്കിലും ചില സമയങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്, ചില ദിവസങ്ങളൊക്കെ അള്ളാഹു തആല തീരുമാനിച്ചു. വെള്ളിയാഴ്ച അതിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച രാവും പ്രധാനപ്പെട്ടതാണ്. ജുമയുടെ അസ്റിനും മഗ്രിബിനും ഇടയിലുള്ള സമയവും പ്രധാനപ്പെട്ടതാണ്. രണ്ട് ഖുതുബയുടെ ഇടയിലുള്ള പ്രാർത്ഥന സ്വീകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഒരു അല്പനേരം ഇരിക്കുമല്ലോ, അത് ഞാൻ ഒരു ലേശം നേരം സമയം തരാണ് പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് ഒരുപാട് കാര്യങ്ങളൊന്നും അന്നേരം പറയണ്ട, ഹിദായത്തിലാക്കണേ, നേരാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ മതി. അതുപോലെ ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ നേരത്ത് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, കോഴി പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിന്റെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന ആ പ്രകൃതിയുടെ യാഥാർത്ഥ്യത്തോട് നീയും ചേരുമ്പോൾ നിന്റെ പ്രാർത്ഥനയും ഞാൻ സ്വീകരിക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഫർളായ നമസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കും. അതുപോലെ സുജൂദിലായിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് സ്വീകരിക്കുമെന്നാണ്. നോമ്പ് തുറക്കുന്ന സമയം, നോമ്പുള്ള സമയം, റമദാനിന്റെ മാസത്തിലുമൊക്കെ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കുന്നുള്ളൂ. യാത്രക്കാരൻ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. കഷ്ടപ്പാട് അധികമാവുമ്പോൾ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. അതായത് കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. പിതാവ് ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. മക്കൾ ആത്മാർത്ഥമായി പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. നീതിമാനായ ഭരണാധികാരി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. അതുപോലെ തന്നെ രോഗി, ഒരാൾ രോഗിയായി കിടക്കുമ്പോൾ ആ രോഗി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കും. രോഗി സ്വന്തം നിലയ്ക്ക് പ്രാർത്ഥിച്ചാലും സ്വീകരിക്കും. രോഗി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും സ്വീകരിക്കും. പ്രാർത്ഥനയ്ക്ക് ഉള്ള മര്യാദകൾ പാലിക്കണം. പ്രാർത്ഥന സാധാരണ നിലയിൽ ഒന്നുകൊടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഖിബലയ്ക്ക് അഭിമുഖീകരിച്ച് പ്രാർത്ഥനയാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന. ഒന്നുമില്ലാതെയും അതുപോലെ തന്നെ ഖിബലയ്ക്ക് അഭിമുഖീകരിക്കാതെയും മനുഷ്യൻ പ്രാർത്ഥിക്കാവുന്നതാണ്. യാതൊരു തടസ്സമില്ല, ഏത് സമയം പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ഹംദും സലാത്തും പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അമീൻ എന്ന് മിനിമം പറയണം. പിന്നെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞിട്ട് ആരെയും പ്രാർത്ഥിച്ചാൽ അതിനും സ്വീകരിക്കുന്നുണ്ട്. യാ അർഹമർ റഹീമീൻ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചാൽ അതിനും സ്വീകാര്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രാർത്ഥനയ്ക്ക് തൊട്ടുമുമ്പേ ഹംദും സലാത്തും പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനും പ്രത്യേകമായ കൂലിയുണ്ട്. യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനും കൂലിയുണ്ട് എന്നുള്ളതാണ്. തൗബയും ഇസ്തിഗ്ഫാറും പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചാൽ അതിനും കൂലിയുണ്ട് എന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥന പഠിപ്പിക്കുന്നു. ആ
ആദ്യത്തെ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നയിക്കണേ. സൂറത്ത് ഫാത്തിഹ തന്നെ ഒരു പ്രാർത്ഥനയാണ്, ഷിഫയാണ്. അത് ആന്തരാർത്ഥങ്ങൾ ഒരുപാടുള്ള ഒരു പ്രാർത്ഥനയും ഒരു ഷിഫയുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യമായുള്ള ഖുർആനിൽ പഠിപ്പിച്ചത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നതാണ്. ഏറ്റവും ഹൃദയസ്പർശമായ മറ്റൊരു പ്രാർത്ഥന സുലൈമാൻ നബിയെ കോട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മളെ പഠിപ്പിക്കുന്ന 3 പ്രവാചകന്മാരുടെ പ്രാർത്ഥന വളരെ ഹൃദയസ്പർശമായി അല്ലാഹു തആല പഠിപ്പിക്കുന്നു. ഒന്ന് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിലായപ്പോൾ ഉണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട്, കാര്യങ്ങളൊന്നും പറയാതെയാണ് പ്രാർത്ഥനയായിട്ട്. അതുപോലെ തന്നെ അയ്യൂബ് നബിക്ക് രോഗം പിടിച്ചപ്പോൾ അന്നി മസ്സനി അല്ലാഹു വഅൻത അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന. സുലൈമാൻ നബി പറഞ്ഞ റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർളാഹു എന്ന് പറഞ്ഞുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ അഹ്ഖാഫിൽ 45-ാമത്തെ 45-ാമത്തെ സൂറത്തിൽ 15-ാമത്തെ ആയത്താണ്. വീട്ടിൽ പോയിട്ട് അതിൽ നിന്ന് എടുത്ത് എഴുതി പഠിച്ച് പറയുന്ന ഏറ്റവും ഹൃദയസ്പർശമായ ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് തന്ന മാതാപിതാക്കൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായി നിലനിർത്തണേ, മക്കളിലും കുടുംബത്തിലും ഒക്കെ നന്മ വരുത്തണേ, ഞാനിതാ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് ഹോൾസൈലായിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. വാസ്ലിഹ്ലി ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ, മുസ്ലിമായിരിക്കുന്നു, തൗബ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പ്രാർത്ഥന ഏറ്റവും ഹൃദയത്തിന്റെ ആഴങ്ങളിലുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ള പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ അനുവദിക്കും. അല്ലാതെ പ്രപഞ്ചത്തിന്റെ ഈ ചട്ടങ്ങളിൽ മാറ്റമുണ്ടാക്കാൻ പാടും നിങ്ങൾക്ക് സാധ്യമാവില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, എന്തിനും പ്രാർത്ഥിച്ചോളൂ. രോഗം മാറാൻ പ്രാർത്ഥിച്ചോളൂ, പണം കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ, സ്വർഗം കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ, പിശാചിന്റെ ശരളിന് വേണ്ടി രക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചോളൂ, കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പ്രാർത്ഥിക്കണം എന്നതാണ് അല്ലാഹു തആല ഖുൽ മാ യഅബു ബികും റബ്ബി ലൗലാ ദുആഉകും. അവരോട് പറയുക, അവരുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ അവരെ പരിഗണിക്കുകയില്ലായിരുന്നു. പ്രാർത്ഥനയാണ് ജീവിതം, പ്രാർത്ഥനയാണ് ആരാധന. അദ്ദുആ വൽ ഇബാദ, അതാണ് യഥാർത്ഥത്തിലുള്ള ഇബാദത്ത് എന്നുള്ളത്. പ്രാർത്ഥനയ്ക്ക് വിവിധ രൂപങ്ങളുണ്ട്. നിസ്കാരവും നോമ്പും സക്കാത്തും കാര്യപ്പെട്ടതാണ്. പക്ഷെ ഏറ്റവും ഉന്നതമായ ഒരു സംഗതി നമസ്കാരം. അതാണ് ഏറ്റവും പ്രകടമായ. അതായത് അതിൽ കൈകെട്ടുന്നുണ്ട്, കുനിഞ്ഞിരിക്കുന്നുണ്ട്, കുനിയുന്നുണ്ട്, കുനിഞ്ഞു കിടക്കുന്നുണ്ട്, എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ചലനങ്ങളും വാചകങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു സംഗതിയാണ്. അത് നമസ്കാരമാണ്. ആ നമസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയും അതുമായി ബന്ധപ്പെടുത്തിയതാണ്. അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏർപ്പെടുത്തുമാറാകട്ടെ. അത് പ്രാർത്ഥന എന്ന് പറയാൻ ഒറ്റ വാചകം എന്ന് പഠിച്ചു പോയി. ജീവിത സമരത്തിന് സത്യവിശ്വാസികളുടെ ആയുധം പ്രാർത്ഥനയാണ്. ഈ ഇരുമ്പുണ്ടാക്കിയ ആയുധമല്ല, അല്ലെങ്കിൽ അവന്റെ വാചക കസറത്തോ പണവുമല്ല. യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളൊഴിഞ്ഞ പ്രാർത്ഥനയാണ്. അതുമാത്രം മനസ്സിലാക്കുക. എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ അത്രയും ആത്മാർത്ഥമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ടും ഉണ്ടാകും എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതുപോലെ ഞാൻ പ്രതികരിക്കുമെന്ന് ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അത് വലിച്ചു മനസ്സിലാക്കി ജീവിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു വസല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി വബഖിയ സഹാബത്ത് റസൂലുള്ളാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യസന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും പുറത്തുമാറാക്കി തന്നെ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ മുന്നേ നിന്നിലെത്തിയ മരിച്ചുപോയ ആളുകൾക്ക് അവരുടെ കബറിടങ്ങൾ സ്വർഗ്ഗപൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചേക്ക് നിങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകാൻ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കണേ തമ്പുരാനെ. പ്രാർത്ഥനയ്ക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. പ്രാർത്ഥന പ്രവർത്തനത്തിലെത്തിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. രോഗികളായും അത് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വിധേയമായും അല്ലാതെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും മാറ്റി ആശ്വാസം നൽകണേ തമ്പുരാനെ. അവർക്കും അവരുടെ കുടുംബക്കാർക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ നാഥ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചിരണേ തമ്പുരാനെ. ഖുർആൻ ഏറ്റവും നന്നായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് സംതൃപ്തിയോടെ നിന്റെ അടുക്കത്താറുകൾ തൗഫീഖ് നൽകണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ നാഥ. സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.